നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും പിന്നീട് വിശ്വാസികളെ മോശമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി. സോഷ്യൽ മീഡിയയിലെ വലിയ ഇൻഫ്ലുവൻസറായ വലിയ ജ്യോത്സ്യനായാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ബാധയൊഴിപ്പിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ തന്റെ പൂജാമുറിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ആ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. ബാധയൊഴിപ്പിക്കാൻ എന്ന വിശ്വാസത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ജ്യോത്സ്യനും മന്ത്രവാദിനിയുമായ ആൾക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുകയാണ് പോലീസ്. കൊല്ലം പുത്തൂർ മേഖലയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. VS മുരാരി തന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന രാജൻ ബാബു എന്നയാളെയാണ് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശ്വാസവും ഭീതിയും ചേർന്ന അന്ധവിശ്വാസത്തിന്റെ ഇരയാണ് 16-കാരി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയും പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പ്രദേശത്ത് ശക്തമായ പരിശോധനകളും പ്രതിഷേധവും വ്യാപകമായതോടെയാണ് ആശങ്കകൾ അറിയിച്ചുകൊണ്ട് നാട്ടുകാരും രംഗത്തെത്തുന്നത്. പോലീസ് ഈ സംഭവത്തിൽ പറയുന്നത് പെൺകുട്ടിയും അമ്മയും മുൻപ് ജ്യോതിഷിയുമായി ബന്ധപ്പെട്ട് രാജൻ ബാബുവിന്റെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ്. പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധ കയറിയതാണ് ഇവരുടെ പ്രശ്നമെന്നും ആ കാരണം മാറ്റണമെങ്കിൽ മന്ത്രവാദത്തിലൂടെ ആ ബാധ ഒഴിപ്പിക്കൽ മാത്രമാണ് മാർഗമെന്നും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇവർ അരീക്കലിലെ മന്ത്രവാദിയുടെ വീട്ടിലെത്താൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ രാവിലെ 11 മണിയോടെ അവരവിടെ എത്തുന്നു. ഇവർക്ക് 3 മണിയോടെ മോളെ കാണാൻ അവസരമുണ്ടാകൂ എന്ന് നിർദ്ദേശം ലഭിക്കുന്നു. ജ്യോത്സ്യൻ പെൺകുട്ടിയെ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 2 മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടും മകൾ പുറത്തേക്ക് വരാതിരുന്നതിന്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. അങ്ങനെ അമ്മ അകത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കുട്ടി കരഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ ആളുകൾ പ്രതിഷേധവുമായിട്ട് വീടിന് മുന്നിൽ തടിച്ചുകൂടി. ബഹളത്തിനിടെ രാജൻ ബാബു സ്ഥലം വിട്ടോടുകയും ഇയാൾ ഉടൻ പിടിയിലാകുമെന്ന് നാട്ടുകാരോട് പോലീസ് ഉറപ്പ് നൽകുകയും ചെയ്തു. പുത്തൂർ SHO ആണ് ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നതും നടപടികൾ കൈക്കൊള്ളുന്നതും. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി പ്രകാരം ജ്യോതിഷ പ്രശ്നത്തിനായിട്ടാണ് അമ്മയും മകനും മകളുമായി മുരാരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അമ്മയെയും മകനെയും പുറത്താക്കിയ ശേഷം പെൺകുട്ടിയെ അകത്തേക്ക് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം ദേഹോപദ്രവത്തിന് ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പെൺകുട്ടി ഇറങ്ങി ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ മുരാരി വീടിന്റെ പിറകുവശത്തിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആരോപണവുമുണ്ട്. ഉടൻ തന്നെ ബന്ധുക്കളെയും നാട്ടുകാരെയും ഇവർ വിവരം അറിയിച്ചതിനോടെയാണ് പോലീസും ഉടൻ തന്നെ രംഗത്തെത്തുന്നതും നടപടികൾ ആരംഭിക്കുന്നതും. സംഭവ വിവരം പുറത്തു വന്നതോടെ നാട്ടുകാർ കൂട്ടത്തോടെ തന്ത്രിയുടെ വീട്ടു പരിസരത്തെത്തി. വീട് സമീപ പ്രദേശങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ച് ശക്തമായ തിരച്ചിൽ ആരംഭിച്ചു. പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയും വലിയ രീതിയിൽ നടപടികൾ കൈക്കൊള്ളാനുള്ള പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഇയാളെ കണ്ടെത്തുന്നത്. പെൺകുട്ടിയും മാതാവും 2ാം തവണയാണ് അരീക്കലിലെ ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നടപടിക്ക് വേണ്ടിയാണ് എത്തിയതെന്നുമാണ് പറയുന്നത്. പെൺകുട്ടിക്ക് ബാധ കയറിയതാണെന്നും ഒഴിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകലുമെന്നുമായിരുന്നു രാജൻ ബാബുവിന്റെ ഉറപ്പ് നൽകൽ. അതിൽ പ്രകാരം കഴിഞ്ഞ ഞായറാഴ്ചയാണ് 11 മണിയോടുകൂടെ പെൺകുട്ടിയെയും കൊണ്ട് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ പെൺകുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ വീടിന് അകത്തേക്ക് കയറി ചെല്ലുകയായിരുന്നു. പൂജാ ക്രമീകരണങ്ങൾക്ക് ബദലായി തൻ്റെ മകൾ കരയുന്നതാണ് ആ അമ്മ കാണുന്നത്. എന്തായാലും വിശ്വാസങ്ങൾ ഏത് കാലത്തും വിറ്റുപോകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇയാൾ ഇത്തരത്തിൽ ജ്യോതിഷം നടത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ കളൊക്കെ ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. അതായത് അയാൾ ഒരാളെ പോലും നേരിട്ട് കണ്ട് കൺവിൻസ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നില്ല. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ താനിടുന്ന വീഡിയോകൾ അത് കണ്ട് വിശ്വസിച്ചാണ് പലരും തന്നിലേക്ക് എത്തിയത് എന്നുള്ള വ്യക്തമാക്കലുകൾ നൽകി കഴിഞ്ഞു. അതായത് ഓരോരുത്തരും പറ്റിക്കപ്പെടുന്നത് അവർ തന്നെ അവസരം കൊടുത്തിട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എല്ലാ കാലത്തും ചിലർ മുതലെടുപ്പായി മാറ്റുന്നുണ്ട് എന്നതിൻ്റെ ഒരു നേർചിത്രമായിട്ട് മാറുകയാണ് ഇങ്ങനെയൊരു സംഭവം.